സോഷ്യൽ മീഡിയയിലെ സെലിബ്രിറ്റികളുടെ വാക്ക് വിശ്വസിച്ച് ഓൺലൈൻ ആപ്പുകളിൽ പണം നിക്ഷേപിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണിത്. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട സിനിമാ സീരിയൽ താരം ശ്രീവിദ്യ മുല്ലച്ചേരിക്കെതിരെ കോടതിയുടെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഒരു വ്യാജ ട്രേഡിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട് നടിയുടെ വാക്ക് വിശ്വസിച്ച് പണം നിക്ഷേപിച്ച ഒരു യുവാവിന് ലക്ഷങ്ങൾ നഷ്ടമായ കേസിലാണ് കോടതിയുടെ ഈ ശക്തമായ നടപടി. സ്റ്റാർ മാജിക് എന്ന ജനപ്രിയ ഷോയിലൂടെ മലയാളികളുടെ മനസ്സ് കവർന്ന നടിക്കെതിരെയാണ് ഇപ്പോൾ ഗുരുതരമായ ഈ നിയമ നടപടി ഉണ്ടായിരിക്കുന്നത്. 4 വർഷം മുമ്പ് നടി സ്വന്തം സോഷ്യൽ മീഡിയ പേജിൽ പോസ്റ്റ് ചെയ്ത ഒരു പ്രൊമോഷൻ വീഡിയോ ആണ് ഈ കേസിലേക്ക് വഴിതെളിച്ചത്. ഒരു വിഷുക്കാലത്താണ് നടിയുടെ പേജിൽ ഈ വിവാദ ട്രേഡിംഗ് ആപ്പിന്റെ വീഡിയോ പ്രത്യക്ഷപ്പെടുന്നത്. ഇതെന്റെ വിഷുക്കൈനീട്ടമായി എല്ലാവരും കണക്കാക്കണം, എല്ലാവർക്കും ജീവിതത്തിൽ ഒരു അഡീഷണൽ ഇൻകം ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ശ്രീവിദ്യ ഈ വീഡിയോ പങ്കുവച്ചത്. ബിനോമോ എന്ന ട്രേഡിംഗ് ആപ്പിനെ കുറിച്ചായിരുന്നു താരം സംസാരിച്ചത്. 2 മില്യണിലധികം സക്സസ്ഫുൾ ട്രേഡേഴ്സ് ഇന്ത്യയിലുള്ള ഏറ്റവും വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആപ്പാണ് ഇതെന്നായിരുന്നു ശ്രീവിദ്യയുടെ അവകാശവാദം. ഈ ആപ്പുമായി ബന്ധപ്പെട്ട ഒന്നിലധികം വീഡിയോകൾ താരം അക്കാലത്ത് ചെയ്തിരുന്നു. തങ്ങളേറെ ആരാധിക്കുന്ന വിശ്വസിക്കുന്ന ഒരു താരം തന്നെ ഉറപ്പ് നൽകിയപ്പോൾ മറ്റൊന്നും ആലോചിക്കാതെ ഒരു യുവാവ് ഈ ആപ്പിൽ പണം നിക്ഷേപിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഘട്ടം ഘട്ടമായി 1,03,000 രൂപയാണ് യുവാവ് ആപ്പിൽ നിക്ഷേപിച്ചത്. എന്നാൽ ട്രേഡിംഗ് നടത്തിയെങ്കിലും 1 രൂപ പോലും തിരികെ ആപ്പിൽ നിന്ന് സമ്പാദിക്കാനോ നിക്ഷേപിച്ച പണം പിൻവലിക്കാനോ യുവാവിന് കഴിഞ്ഞില്ല. പണം പിൻവലിക്കാൻ നോക്കുമ്പോൾ പലതരം സങ്കീർണമായ നിയമങ്ങളാണ് കമ്പനി മുന്നോട്ട് വച്ചത്. ശ്രീവിദ്യ പരസ്യത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തികച്ചും തെറ്റാണെന്നും ഇത് വിശ്വസിക്കാൻ കൊള്ളുന്ന ആപ്പല്ലെന്നും ഈ കമ്പനിക്ക് ഇന്ത്യയിൽ ഒരു വിലാസം പോലുമില്ലെന്നും യുവാവ് വൈകാതെ തിരിച്ചറിഞ്ഞു. ശ്രീവിദ്യ പറയുന്നത് പോലെയൊന്നും ആ ആപ്പിൽ നിന്നും പണം പിൻവലിക്കാൻ കഴിയില്ല. പലതരം റൂൾസ് അതിനവർ വെച്ചിട്ടുണ്ട്. വിശ്വസിക്കാൻ പറ്റുന്ന ആപ്പല്ല ഇത്. മാത്രമല്ല ഈ കമ്പനിക്ക് ഇന്ത്യയിൽ അഡ്രസ് പോലുമില്ല. പരാതിക്കാരനായ യുവാവിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. താൻ കബളിപ്പിക്കപ്പെട്ടുവെന്ന് ബോധ്യത്തോടെ യുവാവ് നിയമത്തിന്റെ വഴി തേടി കോടതിയെ സമീപിച്ചു. കോടതിയിൽ ദീർഘമായ വാദം നടക്കുകയും ഒടുവിൽ പരാതിക്കാരനായ യുവാവിനെ അനുകൂലമായി കോടതി വിധി പ്രസ്താവിക്കുകയായിരുന്നു. യുവാവിന് നഷ്ടപ്പെട്ട 1,03,000 രൂപ ശ്രീവിദ്യ തിരികെ നൽകണമെന്നും കൂടാതെ മാനസിക ബുദ്ധിമുട്ടുകൾക്കും നഷ്ടത്തിനുമായി 50,000 രൂപ അധികമായി നഷ്ടപരിഹാരം നൽകണമെന്നുമായിരുന്നു കോടതിയുടെ ഉത്തരവ്. എന്നാൽ ഈ വിധി വന്നതിന് പിന്നാലെ നടി അപ്പീലിന് പോവുകയാണ് ചെയ്തത്. തനിക്ക് വേണ്ടി ഹാജരായ വക്കീലിന് കേസ് കൃത്യമായി വാദിക്കാൻ കഴിഞ്ഞില്ലെന്നും അതുകൊണ്ടാണ് താൻ കേസിൽ തോറ്റുപോയതെന്നുമാണ് നടി അപ്പീലിൽ വാദിച്ചത്. ഈ വക്കീലിന്റെ പേരിൽ മറ്റു ചില കേസുകൾ ഉണ്ടായിരുന്നതിനാൽ നടിയുടെ കേസിൽ കൃത്യമായി ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ലെന്നും റിപ്പോർട്ടുകളിലുണ്ട്. കഴിഞ്ഞ മാർച്ചിനുള്ളിൽ പരാതിക്കാരനായ യുവാവിന് അർഹതപ്പെട്ട തുക ശ്രീവിദ്യ നൽകണമെന്നായിരുന്നു കോടതിയുടെ കർശന നിർദ്ദേശം.